നാരങ്ങ വടുകപ്പുളി നാരങ്ങ അച്ചാറുണ്ടാക്കാനായിട്ടാണ് ഉള്ള പരിപാടി. അപ്പോൾ അതിനായിട്ട് നാരങ്ങ തൊണ്ട് ചെത്തി കുരു കളഞ്ഞ് അല്ലെങ്കിൽ വയ്ക്കും, ചെറുതായിട്ട് നുറുക്കി ഉപ്പിട്ട് തിരുമ്മി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഈ സാധനത്തിലേക്ക് നമ്മളെന്താ വെച്ചാൽ ഈ സാധനങ്ങൾ ചേരുവ ചേർക്കണം. പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ ചുവന്ന മുളക്. അതവിടെ അത് പിന്നെ വരും, ഉണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ വരട്ടെ. അതിനകത്ത് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് ഉലുവയിട്ടു, കടുകിട്ടു. അത് പൊട്ടി ഒരുവിധ മൂപ്പായി കഴിയുമ്പോൾ നമ്മൾ ഈ മിശ്രിതം ഇത് അങ്ങോട്ടിടാം. നല്ലോണം അങ്ങോട്ട് ഇട്ടു ഒരുവിധമൊക്കെ ആവും. ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇത് ഇളക്കാച്ചിട്ട് വരാം, അല്ലെങ്കിൽ കത്ത് പൊയ്യും. കഴിഞ്ഞിട്ട് ഇളക്കി ഒരുവിധം മൂപ്പായി കഴിയും. ഡപ്പ് ഇത് ഒരുവിധം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് കായപ്പൊടി ഇടാം. കായം വീഴുന്നു. കായം വീഴുമ്പോൾ കുറച്ച് ഒരുപാടായി കഴിഞ്ഞാൽ അത് പിന്നെ കായത്തിൻ്റെ കുത്തായിരിക്കും. കുറച്ച് മതി. അതിന് കുറച്ച് ഉലുവാപ്പൊടി. ഉലുവ ആദ്യം ഇട്ടതാട്ടോ, എന്നാലും അത് അക്കയാണ് ഒറ്റതായിട്ട്. ഇത് പൊടി, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അതിന് ശേഷം കുറച്ച് കടുക് പൊടി കുറച്ച് മതി കടുക് പൊടിയേ, അല്ലെങ്കിൽ ഒരുപാടാവും. കടുക് പൊടിയും ചേർത്തു. എന്നിട്ട് പിന്നെ അങ്ങോട്ട് മിശ്രിതം ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർത്ത്, ഇച്ചിരി എരിവൊക്കെ വേണം, നാരങ്ങച്ചാറല്ലേ, ഇച്ചിരി എരിവുള്ള പൊടി തന്നെയത് മതി. അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അതൊക്കെ ഇട്ട് ശരിക്കൊന്ന് വഴറ്റി കൈമാറ്റി ഇത്തിരി എന്നാലും കാണാൻ പറ്റുള്ളത് വഴറ്റി ഇതായിട്ട്. ഇപ്പം ഇത് ഒരുവിധം മൂത്തു നല്ല പാകമായിട്ടുണ്ട്. ഈ പാകമായിരിക്കണ സാധനത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് തിരിഞ്ഞ് വെച്ചേക്കണ നാരങ്ങ കഷ്ണങ്ങൾ കുറുന്നുണ്ടാകാത്തതാണ് കേട്ടോ. അതൊക്കെ ഇട്ട് അങ്ങോട്ട് വീണ്ടും വഴറ്റി വയ്ക്കുക. വീണ്ടും അങ്ങോട്ട് ഇച്ചിരി വീശാണ്ട് ഇളക്കി അതിനെ മിശ്രിതം അങ്ങോട്ട് ക്ലിയറാക്കുക. നോക്കട്ടേത് എങ്ങനെയാവുന്ന. ഇതിപ്പോൾ ഒരുവിധം തയ്യാറായി. പക്ഷെ എനിക്ക് വെള്ളം ഇത്തിരി കുറവാണ്. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്താൽ നമുക്ക് കുറച്ച് ഗ്രേവി കിട്ടും. തിരിച്ച് ചൂടുവെള്ളം കേട്ടോ നല്ലത്, പച്ചവെള്ളം ചേർക്കരുത്. അത് ചേർത്ത് അങ്ങോട്ട് ആക്കിയത് ഇത് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ സദ്യക്ക് വിളമ്പാം. അതല്ലെങ്കിൽ 1 or 2 ദിവസം വച്ചാലും വയ്ക്കുന്തോറും ഇത് നന്നായി വരും. കുറച്ചും കൂടി നന്നായി വരും. അതുകൊണ്ട് കുഴപ്പമില്ല. ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം.